Welcome to Mol Mathew's Kitchen and Garden. This takali cake is nalla pazhuthu kadakkuva. Idu kandappam nalla adipoliyayittu takali curry vekkan enikku thonuva. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് വെച്ചിരുന്ന ഒരു തക്കാളി കറിയാണ്. നല്ല ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ആ തക്കാളി കറി നമുക്കിന്ന് ഉണ്ടാക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി തക്കാളിക്കാണ്. ഇത് ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന കാണാൻ എന്ത് രസമാണ്. ഇത് കണ്ടോ, നല്ല ഓറഞ്ച് കളറാണ്. ഇത് കണ്ട പേഴ്സിമൻ ഫ്രൂട്ട് പോലെ ഇരിക്കും. തക്കാളിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: തക്കാളിപ്പഴം പല കളറിലും വലിപ്പത്തിലും ടൈപ്പിലും ഒക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട്. ഇതിന് ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. നല്ല ജ്യൂസിയാണ് ചിലത് നല്ല ഫ്ലേവറാണ്. എന്തായാലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. 2 സവോള, 4 ചെറിയുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, ഓൾ സ്പൈസിൻ്റെ ഇല, സർവ്വസുഗന്ധിയുടെ ഒരില ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതിയാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി, 6-7 വെളുത്തുള്ളി, ഒരു ചെറിയ മുറി തേങ്ങ, മല്ലിപ്പൊടി, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില. നമുക്ക് ആദ്യമേ തന്നെ ഈ 1 മുറി തേങ്ങ, 1/2 സ്പൂൺ ജീരകം, 1 പച്ചമുളക്, എടുത്തു വച്ചിരുന്ന ഇഞ്ചി, പകുതി വെളുത്തുള്ളി, ഇത് കുറച്ച് വെള്ളത്തിൽ നല്ല വെണ്ണ പോലെ നരച്ചെടുക്കുക. ഒരു പാൻ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് സവോളയൊക്കെ ഒന്ന് മുരിക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ചേർക്കാം. സവോള, കുറച്ച് കറിവേപ്പില ഇടാം. നമ്മൾ അരച്ചു വെച്ച വെളുത്തുള്ളിയുടെ ബാക്കി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കാം. ഇത് ഓൾ സ്പൈസിൻ്റെ ഇല ഞാൻ ചേർക്കുവാണ്. ഓൾ സ്പൈസിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വെച്ച് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. സവോളയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സവോള ഇച്ചിരി മുരിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. പച്ചമുളകാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ ഗരം മസാല. ചെറുതീയിൽ ഒന്ന് മൂത്ത്
മൂത്ത് വരട്ടെ. പെട്ടെന്ന് തന്നെ മൂത്ത് വരും. മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 8 തക്കാളിക്കപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് റഫായിട്ട് അരിഞ്ഞാൽ മതി. നമ്മൾ സവാള വഴറ്റുന്ന ആ സമയത്ത് അരിഞ്ഞാൽ മതി. നല്ല ജ്യൂസി. ചെറുതായിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ റെഡി കിട്ടും. സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് മൂടി വെച്ച് വഴിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങ് ചേർക്കാം. ചാറ് എത്ര വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കിയേ വേണ്ടൂ. അപ്പോഴേ കളർ റെഡിയാകും. നല്ല ഈസിയാണ്. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര വെള്ളം വേണോ അതിൻ്റെ ഒരു ശകലം കൂടുതൽ വേണ്ടോ ആ പാകത്തിന് ഒന്ന് സൈഡിൽ കൂടെ തിളച്ച് വരുമ്പോഴത്തേനും ഓഫാക്കി വെക്കുക. ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, ഓറഞ്ച് കളറുള്ള തക്കാളിപ്പഴം കൂടുതൽ ചേർത്തുകൊണ്ടാണ് ഒരു ഓറഞ്ച് കളർ, അല്ലെങ്കിൽ ഒരു റെഡ് കളറോടെ കൂടിയൊരു കളർ വരേണ്ടതാണ്. ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കും. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് തക്കാളിയുടെ നല്ലൊരു ഓർഗാനിക് ടേസ്റ്റ് ഉണ്ട് ഇതിൽ കറിക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ്. നല്ല ചൂട് ചോറിനൊപ്പം ഇറച്ചിയോ മീനോ തോരനോ എന്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഈ തക്കാളിക്കറി ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതേക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.